ഏത്? ഹലോ കൂട്ടുകാരെ, ഇന്നൊരു മുട്ട പൊട്ടിയ കഥയായിട്ടാട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ചില അടിയന്തര സാഹചര്യങ്ങൾ വരാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ എടുക്കാനായിട്ട് മാത്രമായി ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ചില സംഭവങ്ങളാട്ടോ ഇതൊക്കെ. ഇത് നമ്മുടെ വീടിന്റെ പല പല ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവന്മാർ ഇത് എങ്ങനെ തപ്പി കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇന്നത്തെ താരം ഡൈനോസർ മുട്ടയും പിന്നെ ഇതുപോലത്തെ ക്യാപ്സ്യൂൾസും ആട്ടോ. സംഭവം ഇത് കുട്ടീസിനെ കളിപ്പിക്കാൻ മേടിച്ചെന്നുണ്ടെങ്കിൽ എനിക്കും ചെറിയൊരു ആകാംക്ഷയുണ്ട്. കാരണം ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാ ഈ സംഭവം ഇരിക്കണേന്ന്. നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ആദ്യം തന്നെ ഈ ഡൈനോസറിന്റെ മുട്ട വിരിയാനായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടു. അവർ അതിൽ 72 മണിക്കൂറിനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാലോ, നമ്മുടെ കുട്ടീസിന്റെ സ്വഭാവം അനുസരിച്ച് 1 മണിക്കൂറിനുള്ളിൽ മുട്ട പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ കണ്ണൻ അതിനെ ഒരുവിധം പരിധിയിൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ കയറ്റി അതിനെ നമ്മുടെ മീൻകുളത്തിലാട്ടോ ഇടണേ. ഈ ക്യാപ്സ്യൂൾ ഇട്ടപ്പോൾ നമ്മുടെ മീൻ വിചാരിച്ചു അതിനുള്ള തീറ്റയെന്ന് വിചാരിച്ചു അവന്മാർ വന്ന് 2-3 ട്രിപ്പൊക്കെ കൊത്തി നോക്കണ്ടായിട്ടോ. പക്ഷെ കാര്യമില്ലാന്ന് മനസ്സിലായപ്പോൾ അവരുടെ വഴിക്ക് പോയി. അപ്പൊ ശരിക്കും നമ്മൾ കഴിക്കുന്ന ഗ്യാസിന്റെ ഒക്കെ ടാബ്ലറ്റ് പോലത്തെയുള്ള ചെറിയ ക്യാപ്സ്യൂൾസ് ആട്ടോ. അപ്പൊ എനിക്കൊരു ആകാംക്ഷ ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാ ഈ മൃഗങ്ങളൊക്കെ വരണേന്നുള്ളത്. അപ്പൊ സത്യത്തിൽ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കവറായിരുന്നു ഈ ക്യാപ്സ്യൂളിന്റെ. അതിന്റെ ഉള്ളിൽ ഈ ആനിമൽസിന്റെ ഷേപ്പിലുള്ള ചെറിയ സ്പോഞ്ചിന്റെ പീസാണ് ഇവർ മടക്കി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് വെള്ളത്തിൽ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ ഗ്യാപ്പിലൂടെ ചെറുതായിട്ട് വെള്ളം കയറി പോകുമ്പോൾ നമ്മുടെ സ്പോഞ്ച് വലുതാവുമ്പോൾ ക്യാപ്സ്യൂൾസിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ സ്പോഞ്ചിൽ മൃഗങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ ക്യാപ്സ്യൂൾ ആണെങ്കിൽ ട്രാൻസ്പെറന്റ് കളർ ആയാലും നമുക്ക് കാണാനും പറ്റില്ല. ഇതിൽ ഇവര് ചെറിയ ക്യാപ്സ്യൂളിന് 1 ഡേയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡൈനോസർ മുട്ടയ്ക്കാണെങ്കിൽ 72 hours എങ്ങാണ്ടാണ് വെയിറ്റിംഗ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതൊന്നും ആവശ്യമില്ല. കാരണം ഇതിനെ പിടിച്ച് വെള്ളത്തിൽ പിടിച്ച് ഞെക്കി ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കടത്തി വിട്ട് എത്രയോ പെട്ടെന്ന് തന്നെ ഇവർ ഇതൊക്കെ സാധിച്ചെടുത്തോട്ടോ. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ എനിക്ക് ബോറടിച്ച് ഞാൻ കയറി വന്നു. കാരണം ഈ മാതിരിയുള്ള മൃഗങ്ങളെ ഒരു തുറന്ന് അത് ആനിമലിന്റെ ഷേപ്പ് ആയി കഴിയുമ്പോൾ അത് ഫോട്ടോയിൽ പോലെ വെച്ചാൽ അത് തന്നെയല്ലേ കറക്റ്റ് സംഭവം എന്നൊക്കെ ചെക്ക് ചെയ്ത് 2 എണ്ണം അവിടെ തന്നെയായിരുന്നു കേട്ടോ നട്ടാപ്രം. ഇങ്ങനെ 72 മണിക്കൂർ വേണമെന്ന് പറഞ്ഞ ഡൈനോസറിന്റെ മുട്ട 1 മണിക്കൂറിന് മുന്നേ തന്നെ ഇവർ പൊട്ടിച്ചെടുത്തു കേട്ടോ. മുട്ട ഇത്ര പെട്ടെന്ന് വിരിയുമെന്ന് ആരും വിചാരിച്ചില്ല. അങ്ങനെ മുട്ട പൊട്ടി കഴിഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ഡൈനോസർ കുഞ്ഞുണ്ടായി. അങ്ങനെ എല്ലാത്തിനെയും എടുത്തു വെച്ച് കാര്യം ഇത് വലിയ പൈസകളുള്ള സംഭവമല്ല കേട്ടോ. 100 രൂപയിൽ താഴെയായുള്ള ഈ 2 എണ്ണത്തിനും കൂടെ. പക്ഷെ ഒരു 1/2-3/4 മണിക്കൂർ നേരത്തോളം വീട്ടിൽ നല്ല സമാധാനമായിരുന്നു. എനിക്കിതെന്തായാലും ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇന്ന് ഇത്രയ്ക്കുള്ള. ഓക്കെ, ബൈ, സീ യു.